പ്രാർത്ഥിക്കാം. സർവശക്തനായ ഞങ്ങളുടെ കർത്താവേ, നല്ല രാത്രികാലത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കർത്താവിനെ പാദപീഠത്തിലേക്ക് സഭായുഗമായി കടന്നു വരുവാനും അവിടുത്തെ സന്നിധാനത്തിൽ മുട്ടുമടക്കുവാനും അവിടുത്തെ മുഖത്തേക്ക് നോക്കുവാനും അവിടുന്ന് ഒരുക്കിയ സാവകാശനായിട്ട് നന്ദി ഹൃദയത്തോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന കർത്താവേ, ഈ രാത്രികാലത്തെ കൂടി വരും ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി വിടുതലായി തീരുവാൻ സ്വർഗമേ അവിടുന്ന് ഇടയാക്കണമേ. കടന്നു വരാൻ ആഗ്രഹിച്ച് വഴിയാതില്ലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയോ എത്രമേ അവിടുന്ന് കൂട്ടി വരുത്തിയാണ്ട് തടസ്സങ്ങളെല്ലാം മാറി നിന്റെ ജനം ഒരുമിച്ച് കടന്നു വന്ന് സത്യത്തിലും ആത്മാവിനും കർത്താവിനെ ആരാധിച്ച് ബലപ്പെടുവാൻ ആത്മാവിന്റെ ശക്തി പ്രാപിച്ച് ബലം പ്രാപിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ എല്ലാവരും ഇവിടെ സഹായിക്കണമേ. വിടുതൽ രാത്രികാലമായി രാത്രികാലം മാറട്ടെ. ശുശ്രൂഷകളെല്ലാം കർത്താവേ അവിടുന്ന് അനുഗ്രഹിക്കണം. പാടുവാനും ആരാധിപ്പാനും ഈ രാത്രികാലത്തിന് ജനത്തിന് മേല് പുതുകൃപ പകരണമേ. ശുശ്രൂഷകളെല്ലാം കർത്താവ് അനുഗ്രഹമാക്കണമേ. ജനത്തിന് കൊടുക്കേണ്ട ദൂതുകൾ ആലോചനകള് ഈ രാത്രികാലം ആത്മനിറവോട് പ്രസ്താവിപ്പാൻ തക്കവണ്ണം കർത്താവ് അടിയങ്ങളെ ശക്തീകരിക്കണമേ. വലിയ വിടുതൽ കർത്താവേ ഈ രാത്രികാലം ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് തിരുസന്നിധിയിലായിരിക്കുന്ന കർത്താവേ, അവിടുത്തെ മഹത്വം കർത്താവേ പ്രത്യക്ഷമായി വെളിപ്പെടുന്ന ഒരു രാത്രികാലമായി ഈ രാത്രികാലം മാറട്ടെ കർത്താവേ. അവിടുത്തെ കൃപ വെളിപ്പെടുന്ന രാത്രികാലമായി ഈ രാത്രികാലം മാറട്ടെ കർത്താവേ. നദീതീരത്ത് കണ്ടതുപോലെ കർത്താവേ ഇന്ന് രാത്രികാലം കർത്താവേ അവിടുത്തെ ദർശനം കാണുവാൻ അവിടെ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. അത്ഭുതങ്ങളെ പ്രവർത്തിക്കണം. പ്രാർത്ഥന ഘടനായി സ്തോത്രം ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ. എത്ര ഒഴിഞ്ഞു മാറിയാലും ദൈവസന്നിധി മാറിയാലും അവൻ ഓരോ നിമിഷവും ദൈവസന്നിധി നമ്മൾ അടുത്ത് ചെല്ലുന്ന ഒരപ്പന് തൻ്റെ മകനെ തള്ളിക്കളയാൻ പറ്റും, ഒരു അമ്മയ്ക്ക് തൻ്റെ കുഞ്ഞിനെ ഉപേക്ഷിച്ച് കളയാൻ പറ്റും എന്ന് പറയുന്ന പോലെ നമ്മുടെ കർത്താവിന് ഒരിക്കലും നമ്മളെ തള്ളിക്കളയാനോ ഉപേക്ഷിക്കാനോ കഴിയില്ല. ദൈവമേ, നമുക്ക് പൂർണ്ണമായ ദൈവത്തിൻ്റെ കരങ്ങൾക്ക് തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം. നമുക്ക് പൂർണ്ണ ശക്തിയോടെ ദൈവസന്നിധിയിലായിരിക്കാം, പൂർണ്ണ ബലത്തോടെ. സംഗീതക്കാരൻ പറയുന്ന പോലെ നമ്മുടെ മനസ്സിനെ ഏകാഗ്രമാക്കി നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം സഹായിക്കട്ടെ. എല്ലാവരും അതിനായി ദൈവസന്നിധിയിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കാം. നിങ്ങളായിരിക്കുന്ന സ്ഥാനങ്ങൾ എല്ലാവരും എഴുന്നേൽക്കാൻ കഴിയും. ഈ രാത്രികാലം ദൈവം നമ്മളെടുത്ത് ഉപയോഗിക്കുന്ന ഒരു രാത്രിയാണ്. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കാൻ കഴിയും? ഹല്ലേലൂയ. നമ്മൾ കഴിഞ്ഞ കാലങ്ങളായിരുന്ന പോലെ അല്ല. ഈ ഒരു 2026 നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിൻ്റെ ഒരു വർഷമാണ്. നമ്മൾ ഓരോരുത്തരെയും കർത്താവ് അനുഗ്രഹിക്കും. നമ്മുടെ തലമുറകളെ ദൈവം അനുഗ്രഹിക്കും. ഈ കടന്നു പോകുന്ന വഴികളെല്ലാം ദൈവം അനുഗ്രഹിക്കും. അതിനായി ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് തന്നെ നമ്മൾ താഴ്ത്തി ഏൽപ്പിക്കാം. പാട്ടുകാരൻ പറയുന്നത് പോലെ നമുക്ക് ഒരു കുശവൻ്റെ കയ്യിൽ കളിമണ്ണ് പോലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്താൽ അത് നമ്മളെ മെനയും. ദൈവത്തിന് ഹിതമുള്ളൊരു പാത്രമായി നമ്മളെ മെനയും. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു പാട്ട് പാടി നമുക്ക് ദൈവസന്നിധിയിൽ സന്തോഷത്തോടെ ആരാധനയോടെ ഏകാഗ്രതയോടെ ആയിരിക്കും ദൈവം എല്ലാവരും സഹായിക്കട്ടെ. അതിനായി പൂർണ്ണമായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം. ഹല്ലേലൂയ. തിരുക്കരത്താ വഹിച്ചു എന്നെ തിരുഹിതം പോൽ നടത്തേണമേ. തിരുക്കരത്താ വഹിച്ചു എന്നെ തിരുഹിതം പോൽ നടത്തേണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. അവൻ നമുക്കായി ജീവൻ നൽകി ഒരുക്കിയല്ലോ വലിയ രക്ഷ. അവൻ നമുക്കായി തൻ ജീവൻ നൽകി ഒരുക്കിയല്ലോ
വലിയ രക്ഷ ദൃഷ്ടികളാൽ കാണുന്നു ഞാൻ. സ്വർഗകന ദേശമത് ദൃഷ്ടികളാൽ കാണുന്നു ഞാൻ. സ്വർഗകന ദേശമത് തിരുക്കരത്താ കൊടുക്കാൻ കഴിയുമോ? ഹല്ലേലൂയ. നിന്റെ ഹിതം പോലെ നിന്റെ പണിയെ കർത്താവ്. ആമേൻ ജീസസ്. ഹല്ലേലൂയ. ഉഷവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം പണിയണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. നിൻ വചനം ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആശ്വസിക്കും. നിൻ വചനം ഏറ്റവും വലിയ ആശ്വാസം. എൻ ഹൃദയം ആശ്വസിക്കും. കൂരിരുളി താഴ്വരയിൽ ദീപമതാ കൂരിരുളി താഴ്വരയിൽ ദീപമതാ നിൻമൊഴികൾ. തിരുക്കരത്താൽ വഹിച്ചു എന്നെ തിരുഹിതം പോൽ. തിരുക്കരത്താൽ വഹിച്ചു എന്നെ തിരുഹിതം പോൽ നടത്തണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. എൻ കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. അവൻ നമുക്കായി ജീവൻ നൽകി ഒരുക്കിയല്ലോ വലിയ രക്ഷ. അവൻ നമുക്കായി ജീവൻ നൽകി ഒരുക്കിയല്ലോ വലിയ രക്ഷ. ദൃഷ്ടികളാ കാണുന്നു ഞാൻ. സ്വർഗകന ദേശമത് എൻ ദൃഷ്ടികളാ
അനുദിനം നീ പണിയണമേ. ഹല്ലേലൂയ. നമുക്ക് ദൈവിച്ചു കൊടുക്കാൻ കഴിയുമോ? ഹല്ലേലൂയ. എന്റെ കർത്താവേ, നീ എന്നെ ഒന്ന് പണിയണമേ കർത്താവേ. ഒരു കുശവന്റെ കയ്യിൽ കണിമണ്ണ് പോലെയാണപ്പാ ഞാൻ അത് ഏൽപ്പിച്ചിട്ടായിരുന്നപ്പാ. എന്നെ ഒന്ന് പണിയണമേ കർത്താവേ. നിന്റെ ഹിതം പോലെ എന്നെ ഒന്ന് മാറ്റണമേ അപ്പാ കർത്താവേ. കഴിഞ്ഞ കാലങ്ങൾ ഓർക്കല്ലേ അപ്പാ. എന്റെ ദൈവമേ, പൂർണ്ണ സമാജം ഞങ്ങളൊന്ന് പഴുതാട്ടെ കർത്താവേ. പുതു സൃഷ്ടിയായി ഞങ്ങളെ മാറ്റിയാട്ടെ കർത്താവേ. അതിനാൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണേ. പുതു അഭിഷേകത്താൽ ഞങ്ങൾ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പക്ഷ. ഹല്ലേലൂയ. പ്രിയൻ വലങ്കരത്തിൽ പിടിച്ചെന്നെ നടത്തിയിടുന്നു ദിനം തോറും. സന്തോഷവേളയിൽ സന്താപവേളയിൽ എന്നെ കൈവിടാതെ അനന്യനായി. സന്തോഷവേളയിൽ സന്താപവേളയിൽ എന്നെ കൈവിടാതെ അനന്യനായി. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ. പ്രതികൂലമനവധി വന്നിടിലും വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ. പ്രശ്നങ്ങളനവധി വന്നിടിലും എൻ കാതൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിടും അന്ത്യം വരെ. എൻ കാതൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിടും അന്ത്യം വരെ. മുൻപിൽ ചെങ്കടലാ തീരച്ചാൽ പിൻപിൽ വൻ വൈരി പിൻഗമിച്ചാൽ. മുൻപിൽ ചെങ്കടലാ തീരച്ചാലെതിരാൽ പിൻപിൽ വൻ വൈരി പിൻഗമിച്ചാൽ. ചെങ്കടലിൽ കൂടി ചെങ്കൽ പാതയൊരുക്കി അക്കരെ എത്തിക്കും ജയാളിയാ. ചെങ്കടലിൽ കൂടി ചെങ്കൽ പാതയൊരുക്കി അക്കരെ എത്തിക്കും ജയാളിയാ. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ. പ്രതികൂലമനവധി വന്നിടിലും വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ. കഷ്ടതയനവധി വന്നിടിലും എൻ കാതൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിടും അന്ത്യം വരെ. എൻ കാതൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിടും അന്ത്യം വരെ. എരിയും തീച്ചുളയെതിരായെരിഞ്ഞാൽ ശത്രുക്കിനെ പോൽ വിധപ്പെട്ടാൽ. എരിയും തീച്ചുളയെതിരായെരിഞ്ഞാൽ ശത്രുക്കിനെ പോൽ വിധപ്പെട്ടാൽ. എന്നോട് കൂടിയും അഗ്നിയിലിറങ്ങി വെന്തിടാതെ പ്രിയൻ വിടുവിക്കും. എന്നോട് കൂടെയും അഗ്നിയിലിറങ്ങി വെന്തിടാതെ പ്രിയൻ വിടുവിക്കും. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ. പ്രതികൂലമനവധി വന്നിടിലും വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ. കഷ്ടതയനവധി വന്നിടിലും എൻ കാതൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിടും അന്ത്യം വരെ. എൻ കാതൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിടും അന്ത്യം വരെ. ഗർജിക്കും സിംഹങ്ങൾ വസിക്കും ഗുഹയിൽ ദാനിയേലിനെ പോൽ വിധപ്പെട്ടാൽ. ഗർജിക്കും സിംഹങ്ങൾ വസിക്കും ഗുഹയിൽ ദാനിയേലിനെ പോൽ വിധപ്പെട്ടാൽ. സിംഹത്തെ സൃഷ്ടിച്ച എൻ സ്നേഹനായകൻ കൺമണി പോലെന്നെ കാത്തുകൊള്ളും. സിംഹത്തെ സൃഷ്ടിച്ച എൻ സ്നേഹനായകൻ കൺമണി പോലെന്നെ കാത്തുകൊള്ളും. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ. പ്രതികൂലമനവധി വന്നിടിലും വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ. കഷ്ടതയനവധി വന്നിടിലും എൻ കാതൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിടും അന്ത്യം വരെ. എൻ കാതൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിടും അന്ത്യം വരെ. കിഴിച്ചു തോട്ടിലെ വെള്ളം വറ്റിയാലോ കാക്കയൻ പരവോ നിന്നിടിലും. കിഴിച്ചു തോട്ടിലെ വെള്ളം വറ്റിയാലോ കാക്കയൻ പരവോ നിന്നിടിലും. സാരമതൊരുക്കി എലിയാവെ പോറ്റിയ എൻ പ്രിയൻ എന്നെയും
പോറ്റിക്കൊള്ളും. സാരഫത്തൊരുക്കി എലിയാവെ പോറ്റിയ എൻ പ്രിയൻ എന്നെയും പോറ്റിക്കൊള്ളും. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ. ഓ വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ. കഷ്ടതയാനവധി വന്നിടിലും എൻ കാലം കാത്തിടും. എൻ പ്രിയൻ പോറ്റിടും, എൻ നാടും നടത്തിടും അന്ത്യം വരെ. എൻ കാലം കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാടും നടത്തിടും അന്ത്യം വരെ. മണ്ണോട് മണ്ണാനവൻ പോയാലോ എൻ കാന്തനേശു കൈവിടില്ല. മണ്ണോട് മണ്ണാനവൻ പോയാലോ എൻ കാന്തനേശു കൈവിടില്ല. എന്നെ ഉയർപ്പിക്കും ശരീരത്തോടെ കൈക്കൊള്ളുമേടെ മഹത്വത്തിൽ. എന്നെ ഉയർപ്പിക്കും ശരീരത്തോടെ കൈക്കൊള്ളുമേടെ മഹത്വത്തിൽ. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ. പ്രതികൂലമാനവനെ വന്നിടിലും ഓ വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ. കഷ്ടതയാനവധി വന്നിടിലും എൻ കാലം കാത്തിടും. എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിടും അന്ത്യം വരെ. എൻ കാലം കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിടും അന്ത്യം വരെ. ഓ പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ. പ്രതികൂലമാനവധി വന്നിടിലും വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ. കഷ്ടതയാനവധി വന്നിടിലും എൻ കാലം കാത്തിടും. എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിടും അന്ത്യം വരെ. എൻ കാലം കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിടും അന്ത്യം വരെ. മണ്ണോട് മണ്ണമർന്നു പോയാലോ എൻ കാന്തനേശു കൈവിടില്ല. മണ്ണോട് മണ്ണമർന്നു പോയാലോ എൻ കാന്തനേശു കൈവിടില്ല. എന്നെ ഉയർപ്പിക്കും ശരീരത്തോടെ കൈക്കൊള്ളുമേടെ മഹത്വത്തിൽ. എന്നെ ഉയർപ്പിക്കും ശരീരത്തോടെ കൈക്കൊള്ളുമേടെ മഹത്വത്തിൽ. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ. പ്രതികൂലമാനവധി വന്നിടിലും വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ. കഷ്ടതയാനവധി വന്നിടിലും എൻ കാലം കാത്തിടും. എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിടും അന്ത്യം വരെ. എൻ കാലം കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിടും അന്ത്യം വരെ. എൻ കാലം കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിടും അന്ത്യം വരെ. എൻ കാലം കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിടും അന്ത്യം വരെ. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ. പ്രതികൂലമാനവധി വന്നിടിലും വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ. കഷ്ടതയാനവധി വന്നിടിലും എൻ കാലം കാത്തിടും. എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിടും അന്ത്യം വരെ. എൻ കാലം കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിടും അന്ത്യം വരെ. എൻ കാലം കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിടും. Hallelujah.
അഭിഷേകത്തോടും പരിശുദ്ധാത്മാവിന്റെ നിറവിലോടും സകലരും ആത്മശക്തി പ്രാപിക്കും. നമുക്ക് പറന്നു പോകാൻ അഭിഷേകമാണ്. എത്ര പേരൊന്ന് കാത്തിരിക്കും. ഈ രാത്രികാലം അഭിഷേകം പ്രാപിക്കാത്തവര് അഭിഷേകത്തിന് വേണ്ടി ഒന്ന് കാത്തിരിക്കാം. തീ പോലെ ഇറങ്ങി വരുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം. സഭയുടെ അവസ്ഥകളെ മാറ്റുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം, ശരീരത്തിന്റെ അവസ്ഥകളെ മാറ്റുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം പ്രാപിക്കുവാനായിട്ട് നമ്മളെ തന്നെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിക്കാം. ആത്മശക്തിയാൽ നിറച്ചിടുക, അനുദിനമാരാധിക്കാം. അഭിഷേകത്താൽ നിറച്ചിടുക, ഉണർന്നു ശോഭിക്കുക. ആത്മശക്തിയാൽ നിറച്ചിടുക, അനുദിനമാരാധിക്കാം. അഭിഷേകത്താൽ നിറച്ചിടുക, ഉണർന്നു ശോഭിക്കുക. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുക. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുക. അന്ധകാര ശക്തികളെ ജയിക്കും അന്ധകാര ശക്തികളെ ജയിക്കും ക്ലേശം നിറയും ഒരു യാത്രയര് നിന്നെ സ്തുതിച്ചാർത്തിടുമ്പോൾ ശോഭിക്കുവാൻ. ക്ലേശം നിറയും ഒരു യാത്രയര് നിന്നെ സ്തുതിച്ചാർത്തിടുമ്പോൾ തുറന്നിടുക ശോഭിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുക. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുക. അന്ധകാര ശക്തികളെ അന്ധകാര ശക്തികളെ ഞാനാകുകയാ. ഹൃദയാലെന്നെ അഭിഷേകം ചെയ്യുക, വിശുദ്ധിയോടാത്മാവിനാലെ ശക്തിയാലെ കോട്ടകൾ തകർത്തിടുക. ഹൃദയാലെന്നെ അഭിഷേകം ചെയ്യുക, വിശുദ്ധിയോടാത്മാവിനാലെ ശക്തിയാലെ കോട്ടകൾ തകർത്തിടുക. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുക. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുക. അന്ധകാര ശക്തികളെ ജയിക്കും ഞാനാകുകയാ. അന്ധകാര ശക്തികളെ ഞാനാകുകയാ. ആത്മശക്തിയാൽ നിറച്ചിടുക, അനുദിനമാരാധിക്കാം. അഭിഷേകത്താൽ
കർത്താവേ ശോഭിക്കുവാൻ വേണ്ടി നിറയ്ക്കണമേ. ആമേൻ. അഭിഷേകം പകർന്നിടുക ശക്തി പ്രാപിക്കുക അഭിഷേകം പകർന്നിടുക ശക്തി പ്രാപിക്കുക അഭിഷേക ശക്തികളെ അന്ധകാര ശക്തികളെ ശക്തികളെ ദൂതന്മാരും ഇറങ്ങുന്നതും കാണുന്നു അഭിഷേകം ഇറങ്ങുന്നതും കാണുന്നു 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 കീഴടങ്ങും ദേശങ്ങൾ പിടിച്ചെടുക്കും രാജ്യങ്ങൾ കീഴടങ്ങും ദേശങ്ങൾ പിടിച്ചെടുക്കും അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു അഭിഷേകത്തോടെ അധികാരത്തോടെ കീഴടങ്ങും ദേശങ്ങൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൗത്യം നമുക്ക് അവസാനിപ്പാൻ നമ്മുടെ ദേശങ്ങൾ പിടിച്ചെടുക്കുവാൻ പിടിച്ചെടുക്കും അഭിഷേകത്തോടെ അധികാരത്തോടെ നമുക്ക് ചേർന്ന് പാടാം. യെസ്, അഭിഷേകത്തോടെ അധികാരത്തോടെ അഭിഷേകം പകർന്നിടുക പുതുശക്തി പ്രാപിക്കുക അഭിഷേകം പകർന്നിടുക പുതുശക്തി പ്രാപിക്കുക അഭിഷേകം ശക്തികളെ തീർക്കും ജ്ഞാനാകൃപയാ അന്ധകാര ശക്തികളെ തീർക്കും ജ്ഞാനാകൃപയാ ക്ലേശം നിറയും യാത്രയില്ല നിന്നെ സ്തുതിച്ചാടുന്നു നമ്മുടെ യാത്രയിൽ ദൈവത്തെ സ്തുതിക്കുമ്പോൾ അപ്പ ഞങ്ങൾക്ക് ആവശ്യമാണപ്പാ അഭിഷേകം പകർന്നിടുക പുതുശക്തി പ്രാപിക്കുക അഭിഷേകം പകർന്നിടുക പുതുശക്തി പ്രാപിക്കുക അഭിഷേക ശക്തികളെ ശക്തികളെ അഭിഷേകം ചെയ്യുക വിശുദ്ധിയോടാണ്
ബലവാനുവീരനുമായ യഹോവ, കൃഷവീരനായ യഹോവ, സൈന്യങ്ങളുടെ നായകനായ വീരകാലം ഞങ്ങളുടെ മധ്യയുള്ളതിനാ ഞങ്ങളെ ശക്തീകരിപ്പാൻ, ഞങ്ങളെ ബലപ്പെടുത്തുവാൻ ഈ രാത്രികാലം അനുവദാതെ ഞങ്ങളുടെ മധ്യ കടന്നു വന്നിരിക്കുകയോ. ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന കർത്താവേ, മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തവരെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്ന യേശു തമ്പുരാന്റെ സാന്നിധ്യം ഈ രാത്രികാലം ഞങ്ങളുടെ മധ്യയുള്ളതിനാൽ ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. വിധവിയുടെ മകനെ ഉയർപ്പിച്ച കർത്താവിന്റെ ശക്തി ഇന്ന് രാത്രികാലം ഞങ്ങളുടെ മധ്യ വ്യാപിച്ചുകൊണ്ടിരിക്കുക. ലാസറിനെ ഉയർപ്പിച്ച ദൈവത്തിന്റെ ശക്തിയുടെ വലിയ വ്യാപാരം ഇന്ന് രാത്രികാലം ഞങ്ങളുടെ മധ്യ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന കർത്താവേ, ഒരു പൈശാചിക ശക്തിക്ക് കർത്താവേ പിടിച്ചടക്കുവാൻ കഴിയാതെ പാതാളത്തെയും മരണത്തെ ജയിച്ച ജയവീരനായ യേശു തമ്പുരാന്റെ ശക്തി ഈ രാത്രികാലം ഞങ്ങൾ വ്യാപരിക്കപ്പെടട്ടെ. നമ്മെ തന്നെ പൂർണ്ണമായി ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് താണിരിക്കുമ്പോൾ രാത്രികാലത്തെ തുടർന്നുള്ള ആരാധനയുടെ അനുഗ്രഹത്തിനായി പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുന്ന സഹോദരി സഹോദരന്മാര് പ്രാർത്ഥിച്ചാട്ട്. ഹല്ലേലൂയ ജീസസ്. പ്രൈസ് ദി ലോർഡ് ജീസസ്. ഹല്ലേലൂയ. സ്തോത്രം 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 പരിശുദ്ധ ദൈവമേ, സ്വർഗ്ഗീയ നല്ല കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രി സമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. വീണ്ടും ഹല്ലേലൂയ കർത്താവേ, അടിയങ്ങൾക്ക് സഭയായ ഇന്ന് രാത്രി കാലം വിശുദ്ധ ആരാധനയായ അപ്പച്ചൻ്റെ പാദപീഠ ആരിപ്പാൻ തക്കണം കർത്താപ്പച്ചൻ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരുക്കിയ നല്ല അവസരങ്ങൾക്കായി സ്തോത്രം ചെയ്തു. അനേകർക്ക് ഈ ഭാഗ്യം ലഭിക്കാതെ ഇരിക്കുമ്പോൾ കർത്താവേ, ഹല്ലേലൂയ, ലോക സ്ഥാപനത്തിന് മുൻപേ ഞങ്ങളെ വിളിച്ചു വേർതിരിച്ചതിനായി സ്തോത്രം കർത്താവേ. ഇന്ന് രാത്രി കാലം ഹല്ലേലൂയ അപ്പച്ചൻ്റെ പാദപീഠ ആയിരിക്കുന്നത് ജനത്തെ എല്ലാ അപ്പന്റെ കരത്തിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. വരുത്തുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ജോലി മേഖലയിലായിരിക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ട് അപ്പാ. ഭവനങ്ങളിലായി രോഗത്താൽ ഭാരപ്പെട്ടിരിക്കുന്നവരുണ്ടെങ്കിൽ കർത്താവെ, നാട്ടിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ അവരെല്ലാം അപ്പച്ചന്റെ കാര്യത്തിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അടിയങ്ങളോട് അനുഭവിക്കുന്ന ദൈവിക ഹല്ലേലൂയ ആ സാന്നിധ്യം കർത്താവേ, ആത്മീയ സാന്നിധ്യം ആ പ്രിയപ്പെട്ടവർ അനുഭവിച്ചറിയത്തക്കവണ്ണം സ്വർഗ്ഗം അത്ഭുതങ്ങളെ പ്രവർത്തിക്കുമാറാണ് പ്രാർത്ഥിക്കുന്ന രാത്രികാലം. അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകളെ പാടി കർത്താവിനെ ആരാധിപ്പാൻ സ്വർഗ്ഗം ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ കൃപ നൽകിയതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളെ സമ്പൂർണ്ണമായി താഴ്ത്തുന്നു കർത്താവേ. വിശുദ്ധ ആരാധന അപ്പച്ചന്റെ കരത്തിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പരിശുദ്ധാത്മാ പൂർണ്ണ നിയന്ത്രണം സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഇന്ന് രാത്രികാലം കടന്നു വന്ന അടിയങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ സാന്നിധ്യത്തിനാൽ നിറച്ചതിനായി സ്തോത്രം അപ്പാ. ഹല്ലേലൂയ. ഒരു കുഞ്ഞു പോലും സാന്നിധ്യം അറിയാതെ ദൈവകരത്തിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവേ. കടന്നു വന്നതുപോലെ ഇരട്ടി അനുഗ്രഹം പ്രാപിച്ചവരായി മടങ്ങുവാൻ സ്വർഗ്ഗം ഞങ്ങളെ സഹായിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നല്ല സങ്കീർത്തനങ്ങളെ രാത്രികാലം ഞങ്ങളോട് സംസാരിക്കുമാറാകണമേ കർത്താവേ. നല്ല സാക്ഷികളെ എഴുന്നേൽപ്പിക്കുമാറാകണമേ. സാക്ഷികളാക്കുവാൻ തക്കവണ്ണം ഇന്ന് രാത്രികാലം ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കണമേ. ഹല്ലേലൂയ. അപ്പച്ചന്റെ കരത്തിലേക്ക് ഏൽപ്പിക്കുന്ന അപ്പാ. ഹല്ലേലൂയ. കേൾക്കുന്ന വചനങ്ങള് അധിക ശ്രദ്ധയോടെ ഹല്ലേലൂയ കേട്ടതോട്ടിക്ക് പോകാതവണ്ണം അത് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അത് പ്രവൃത്തിയിൽ വെളിപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കുമാറാണമേ. രാത്രികാലം ദൈവം ഞങ്ങളോട് വാസ്തവമായി സംസാരിക്കണമേ കർത്താവേ. ഹല്ലേലൂയ. വേദനയോടെ ഭാരത്തോടെ ആരെങ്കിലും രാത്രികാലം ആയിരിക്കുന്നുവെങ്കിൽ കർത്താവേ, അവിടുന്ന് അവരോട് സംസാരിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനെ സംസാരിപ്പാൻ തന്റെ അഭിഷിക്തനെ രാത്രികാലം സ്വർഗ്ഗം ബലപ്പെടുത്തുമാറാകണമേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവകരത്തിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പാ സ്തോത്രം സ്തോത്രം. ദൈവം ചെയ്ത എല്ലാ ഉപകാരങ്ങളെ ഓർത്താൻകളെ ഓർക്കുന്ന രാത്രികാലം ഹൃദയത്തോട് അപ്പച്ചന്റെ പാദപീഠ ഞങ്ങൾ ആയിരിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം. രാത്രികാലം
രാത്രികാലം ദൈവകരത്തിൽ ഒരു പ്രാവശ്യം കൂടെ ഹല്ലേലൂയ ഞങ്ങളുടെ സഭയെ മുറ്റുമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല എന്ന് അല്ലിച്ച ദൈവത്തിന്റെ വചനം പോലെ അപ്പാ ഞങ്ങളുടെ സഭയിലെ ദിവസങ്ങൾ അത്ഭുതങ്ങളുടെ ആളുകൾ വീര്യപ്രവർത്തികൾ നടക്കട്ടെ കർത്താവേ. സഭയോട് പറഞ്ഞിരിക്കുന്ന ഓരോ ദൈവിക വാഗ്ദത്തങ്ങളും ഈ ദിവസങ്ങൾ തന്നെ അത് കണ്ണാലെ ഞങ്ങളുടെ കണ്ണാലെ കാണുവാൻ തക്കോണം സ്വർഗം അത്ഭുതങ്ങളെ പ്രവർത്തിച്ചാട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. അനേക സ്നാനങ്ങൾ നടക്കട്ടെ കർത്താവേ. അനേക ആത്മാക്കളെ ദൈവം കൂട്ടി വരുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ സ്തോത്രം അപ്പാ. ഞങ്ങളുടെ സഭയാം കുടുംബങ്ങളെല്ലാം ദൈവകരത്തിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പാ ഞങ്ങളുടെ ദേവദാസനായി കുടുംബത്തിനായി സ്തോത്രം ചെയ്യുന്നു. ദാസനെ കുടുംബമായി അവിടെ അനുഗ്രഹിച്ചാട്ട് ശുശ്രൂഷ മണ്ഡലങ്ങളെല്ലാം സ്വർഗം അനുഗ്രഹിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ ദേശത്തിന്റെ മതിൽ ദൈവത്തോളം അനുഗ്രഹമായി നിർത്തിയതായി സ്തോത്രായി പ്രാർത്ഥിക്കുന്നു. നാളമായി കൊടുത്ത കുഞ്ഞുങ്ങളൊക്കെ അവരായിരിക്കുന്ന സാന്ധ്യ സൂക്ഷിച്ചുകൊള്ളുമാരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആമേൻ. രാത്രി കാലം കർത്താവേ പൂർണ്ണബോധത്തോടെ, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണാത്മാവോടെ, പൂർണ്ണശക്തിയോടെ അടിയങ്ങൾ ദൈവപാദങ്ങളുടെ ആയിരിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ ദേഹത്തേക്ക് ആത്മാവിനെ അപ്പച്ചന്റെ കാര്യത്തിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. ദൈവകാര്യത്തിലേക്ക് പൂർണ്ണമായ ഒരു പ്രാവശ്യം കൂടെ ഏൽപ്പിക്കുന്നു അപ്പാ. ഹല്ലേലൂയ. എല്ലാ പ്രിയപ്പെട്ടവരെ ഒരു പ്രാവശ്യം കൂടെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും ഭാരത്തോടെ വേദനയോടെ ആയിരിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി കാലം ദൈവവാസ്തവമായി സംസാരിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പച്ചന്റെ കാര്യത്തിലേക്ക് പൂർണ്ണമായി താഴ്ത്തി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അടിനെ ഏൽപ്പിക്കുന്ന അപ്പാ. ഹല്ലേലൂയ. സ്വർഗം പ്രാർത്ഥന യാചനയും കേട്ടതിനായി സ്തോത്രം. യേശു തന്നെയുള്ള നാമത്തിന്റെ പിതാവേ ആമേൻ. ഹല്ലേലൂയ. ഞങ്ങളെ നിത്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗ്ഗ പിതാവേ, നല്ല കർത്താവേ, ഹല്ലേലൂയ. കർത്താവേ, ഹല്ലേലൂയ. കർത്താവേ, ആഴ്ചയുടെ 1-ാം ദിവസം കർത്താവേ ആലയത്തിൽ കടന്നു വന്ന് കർത്താവേ ഞങ്ങൾ പാടുവാൻ, ഞങ്ങൾ പ്രാർത്ഥിപ്പാൻ കർത്താവേ വീണ്ടും ഒരു വെള്ളിയാഴ്ചയുടെ യഹോവ ഞങ്ങൾക്ക് നൽകി അവരെ കൃപയ്ക്കായി സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു കർത്താവേ. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം കർത്താവേ. ഹല്ലേലൂയ. ദൈവമേ ഞങ്ങളെ ഓർക്കണമേ, ഞങ്ങളെ സഹായിക്കുമാറാകണമേ കർത്താവേ. കഴിഞ്ഞൊരാഴ്ചക്കാലം കർത്താവേ ഞങ്ങളുടെ കണ്ണിന്റെ കൃഷ്ണി പോലെ കാത്തു പരിപാലിച്ചവരെ കൃപയ്ക്കായി സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു കർത്താവേ. ഞങ്ങൾ പോയടുത്ത് വന്നിടത്തൊക്കെ യഹോവ സൂക്ഷിച്ചു വരാവുന്ന ആപത്തടുത്തൊക്കെ കർത്താവ് ഹല്ലേലൂയ വരാതെ കാത്തു പരിപാലിച്ചവരെ കൃപയ്ക്കായി സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു കർത്താവേ. ഹല്ലേലൂയ. കർത്താവേ ജയത്തിന്റെ ഉല്ലാസനെ ഘോഷം തീരുമാനന്മാരുടെ കൂടാരങ്ങളോടൊന്ന് വാക്ക് പറഞ്ഞ കർത്താവേ ഞങ്ങളെ ബലപ്പെടുത്തണമേ, ഞങ്ങളെ സഹായിക്കുമാറാകണമേ. കർത്താവേ കണ്ണീരോടെ വിതയ്ക്കുന്ന നാർപ്പോടെ ബലപ്പെടുത്തണമേ, ഞങ്ങളെ സഹായിക്കുമാറാകണമേ, ഞങ്ങളെ കണ്ണുനീര് കാണുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കണമേ കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങൾക്ക് വേണ്ടി കരുതി വെക്കുമാറാകണമേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞങ്ങൾക്ക് വേണ്ടി സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ. അങ്ങല്ലാതെ ഞങ്ങൾക്ക് ആശ്രയിപ്പാൻ ഹല്ലേലൂയ. ഞങ്ങളുടെ പ്രാർത്ഥനയൊക്കെ യഹോവയ്ക്ക് പ്രസാദമായിരിക്കാൻ കർത്താവേ അങ്ങ് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഞങ്ങളുടെ അകത്തെ മനുഷ്യൻ ശക്തിപ്പെടുവാൻ കർത്താവേ പുതിയ ദർശനങ്ങൾ പ്രാപിപ്പാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്ന കർത്താവേ. പുതിയ ബലം ഞങ്ങൾക്ക് തിരുമാറാകണമേ, പുതിയ ശക്തി ഞങ്ങൾക്ക് തിരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പുതിയ കർത്താവേ ഞങ്ങളെ ഒന്നുകൂടെ ബലപ്പെടുത്തണമേ, ഞങ്ങളെ ആവശ്യങ്ങൾ അറിയുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. ദൈവമേ ഞങ്ങൾ അങ്ങയുടെ മക്കളാണ് കർത്താവേ, ഞങ്ങളെ ബലപ്പെടുത്തണമേ, ഞങ്ങളെ സഹായിക്കുമാറാകണമേ കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങൾ സാധുക്കളാണ് കർത്താവേ, ഞങ്ങൾ സാധുക്കളാണ് കർത്താവേ, ഞങ്ങളെ ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിയുമാറാകണമേ കർത്താവേ. ഒന്നുമില്ലായ്മ യഹോവ ഞങ്ങളെ വാഴ്ത്തി അനുഗ്രഹിച്ചു, വാഴ്ത്തുന്ന കർത്താവേ. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം കർത്താവേ. ദൈവമേ വീണ്ടും ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ, ഞങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കടന്നു വന്ന എല്ലാ ജനത്തിനായി പ്രാർത്ഥിക്കുന്നു, അവരെ ആവശ്യങ്ങൾ അറിയുമാറാകണമേ കർത്താവേ. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം അപ്പാ. ഹല്ലേലൂയ. സ്തോത്രം 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 കർത്താവേ. ദൈവത്തിന് മഹത്വം കർത്താവേ. നല്ല സംഗീതം ഞങ്ങൾ തരുമാറാകണമേ പ്രാർത്ഥിക്കുന്ന കർത്താവേ. സ്തോത്രപ്പാ കർത്താവേ. ഞങ്ങളുടെ ദൈവദാസനായി പ്രാർത്ഥിക്കുന്ന ദൈവം ബലപ്പെടുത്തുമാറാകണമേ, കൈക്കും കാലിലേക്കോ ബലം നൽകി കർത്താവേ. ക്രൂശിന്റെ മറവിൽ നിർത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം പ്രാർത്ഥന യാതൊരു കേട്ടനായി
ദൈവത്തിനായി സ്തോത്രം. എല്ലാം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും ദൈവസന്നിധാനത്ത് എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ. ഈ രാത്രികാലത്തെ തുടർന്നുള്ള മീറ്റിങ്ങിന് അനുഗ്രഹത്തിനായി 62-ാം സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി വായിച്ച് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. സാംസ് 62, 62-ാം സങ്കീർത്തനം. എൻ്റെ ഉള്ളം ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നു, എൻ്റെ രക്ഷാവങ്കൽ നിന്ന് വരുന്നു. അവൻ തന്നെ എൻ്റെ പാറയും എൻ്റെ രക്ഷയുമാകുന്നു, എൻ്റെ ഗോപുരവും അവൻ തന്നെ, ഞാൻ ഏറെ കുലുങ്ങുകയില്ല. നിങ്ങളെല്ലാവരും ചാഞ്ഞ മതിലും ആടുന്ന വേലിയും പോലെ ഒരു മനുഷ്യനെ കൊല്ലേണ്ടതിന് എത്രത്തോളം അവനെ ആക്രമിക്കും. അവന്റെ പദവിയിൽ നിന്ന് അവനെ തള്ളിയിടുവാൻ അത്രേ അവർ നിരൂപിക്കുന്നത്. അവർ ഭോഷ്കിൽ ഇഷ്ടപ്പെടുന്നു, വായ കൊണ്ട് അവർ അനുഗ്രഹിക്കുന്നു, എങ്കിലും ഉള്ളം കൊണ്ട് അവർ ശപിക്കുന്നു. എൻ്റെ ഉള്ളമേ ദൈവത്തെ നോക്കി മൗനമായിരിക്കാം, എൻ്റെ പ്രത്യാശ അവങ്കൽ നിന്ന് വരുന്നു. അവൻ തന്നെ എൻ്റെ പാറയും എൻ്റെ രക്ഷയുമാകുന്നു, എൻ്റെ ഗോപുരവും അവൻ തന്നെ, ഞാൻ കുലുങ്ങിയില്ല. എൻ്റെ രക്ഷയും എൻ്റെ മഹിമയും ദൈവത്തിൻ്റെ പക്കലാകുന്നു, എൻ്റെ ഉറപ്പുള്ള പാറയും എൻ്റെ സങ്കേതവും ദൈവത്തിങ്കലാകുന്നു. ജനമേ, എല്ലാ കാലത്തും അവനിൽ ആശ്രയിക്കുവേൻ, നിങ്ങളുടെ ഹൃദയം അവന് മുമ്പിൽ പകരുവേൻ. ദൈവം നമുക്ക് സങ്കേതമാകുന്നു. സാമാന്യജനം ഒരു ശ്വാസവും ശ്രേഷ്ഠജനം ഭോഷ്കുമത്രേ. തുലാസിൻ്റെ തട്ടിൽ അവർ പൊങ്ങിപ്പോകും, അവർ ആകപ്പാടെ ഒരു ശ്വാസത്തേക്കാൾ ലഘുവാകുന്നു. പീഡനത്തിൽ ആശ്രയിക്കരുത്, കവർച്ചയിൽ മയങ്ങിപ്പോകരുത്, സമ്പത്ത് വർദ്ധിച്ചാൽ അതിൽ മനസ്സ് വയ്ക്കരുത്. ബലം ദൈവത്തിനുള്ളത് ദൈവം ഒരിക്കൽ അരുളി ചെയ്തു, ഞാൻ 2 പ്രാവശ്യം കേട്ടുമിരിക്കുന്നു. കർത്താവേ, ദൈവം നിനക്കുള്ളതാകുന്നു, നീ ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം നൽകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ നമുക്ക് കർത്താവിൻ്റെ പാദപീഠത്തിൽ താണിരിക്കാം. അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ് ഇന്ന് രാത്രികാലം വായിച്ചു കേൾപ്പാനായിട്ട് ഇടയായത്. സ്തോത്രം. ഹല്ലേലൂയ. The heavens declare glory and power, none can compare. I look to the mountains, all you have named. Oceans and mountains speak out your name. Creation shows of you. Super strong God, we love you. Super strong God, you made everything so beautiful. Super strong God, we love you. Super strong God, you made everything so beautiful. Amen. Praise Lord. Colossians 3 verse 1. Since in it you have been raised with Christ, set your hearts on the things which are above, where Christ is seated at the right hand of God. Amen. Amen. Praise Lord. If any of you lack wisdom, let him ask God, who gives the liberty, and without reproach will be given to him. Praise the Lord. Praise the Lord. Thank you, Lord, for a wonderful day. Thank you, Lord, for helping me. Psalm 147, Psalm 104, verse 33. I will sing to the Lord all my life. I will sing praise I'll sing praise to my God as long as I live. Please pray for me and my parents. Praise Lord. Praise the Lord. Praise the Lord. For God so loved the world that he gave his only begotten Son, that whoever believes in him shall not perish but have eternal life. John 3 verses 16. This coming Sunday my exams are coming. Please pray for me. Praise the Lord. Praise the Lord. Hebrews 11 verse 3. By faith we understand that the world were framed by the word of God, so that the things which are seen were not made of things which are visible. This coming Sunday my exams are going to start. Kindly please pray for me and my family. Praise the Lord. Praise the Lord. Jesus answered, truly, truly, I say to you, unless one is born of water and the Spirit, he cannot enter the kingdom of God. John 3 verse 5. Please pray for me and my family. Praise the Lord. Amen. Make a joyful noise on the road, all the land. Psalms 100 verse 1.
Please pray for me and my family. Praise the Lord. Praise the Lord. എന്നാ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ പിന്നെ ശക്തി ഏൽപ്പിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും ശമര്യയിലും ഭൂമിയെത്തുന്ന എന്ന് സാക്ഷിയാകണമെന്ന് പറഞ്ഞു. Acts 1:8. Please pray for me and my family. Praise the Lord. Praise the Lord. The memory of the righteous will be a blessing, but the name of the wicked will be wrought. Psalms 10:7. Please pray for me and my family. Praise the Lord. The Lord has done great things for us. We are glad. Please pray for me and my family. Praise the Lord. Praise the Lord. And I will ask my Father, and He will give me another helper, and He will be with you forever. John 14:6. Keep Praise the me Lord. as an apple of the eye, and hide me under the shadow of the wings. Psalm 17:8. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങൾക്കായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ഈ ദുഷ്ടന്മാരുടെ തലമുറയിൽ നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാവരും ആമേൻ ആമീൻ അനന്യരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളുമായി വളർന്നു വരുവാൻ കുഞ്ഞുങ്ങൾക്കെല്ലാവരും കർത്താവ് കൃപ കൊടുക്കേണ്ടതിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കുഞ്ഞുങ്ങളുടെയൊക്കെ എക്സാം ആരംഭിക്കുന്നല്ലോ. കർത്താവ് സ്വർഗീയ ജ്ഞാനവും ബുദ്ധിയും കുഞ്ഞുങ്ങളുടെ മേൽ പകർന്നു കൊടുക്കേണ്ടതിനായി യഹോവാഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്ന പറഞ്ഞ പ്രകാരം അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളായി അഭിഷക്തരായി സ്വർഗീയ ജ്ഞാനമുള്ള കുഞ്ഞുങ്ങളായി വളർന്നു വരുവാൻ നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കേണ്ടതിനായി ദൂരത്തും ചാരത്തുമായിരിക്കും കുഞ്ഞുങ്ങളെല്ലാവരെയും കർത്താവ് അനുഗ്രഹിച്ച് നടത്തേണ്ടതിനായിട്ട് കരങ്ങളുയർ ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ ജീസസ്. നൽകിയിടുന്ന നല്ലൊരു യേശുനാഥൻ തൻ വഴിയെ പിൻഗമിച്ച ആനന്ദം നിത്യമാകും. നന്മയെല്ലാം നൽകിയിടുന്ന നല്ലൊരു യേശുനാഥൻ തൻ വഴിയെ പിൻഗമിച്ച ആനന്ദം നിത്യമാകും. പൊൻവെള്ളിയെ ശ്രേഷ്ഠനായ സൂര്യ തേജോമയൻ വെണ്മവസ്ത്രധാരിയായ യേശു തമ്പുരാനേ, ആട്ടിൻകൂട്ടം തെറ്റിപ്പോയവൻ ഞാൻ ഏകനായി ഭൂമിയിൽ. ആട്ടിൻകൂട്ടം തെറ്റിപ്പോയവൻ ഞാൻ ഏകനായി ഭൂമിയിൽ. നല്ലിടയനായ യേശു എന്നെയും തേടി വന്നു. ഓ നല്ലിടയനായ യേശു എന്നെയും തേടി വന്നു. ക്രൂശുമായി പോകും നേരം എന്നെ തിരഞ്ഞവൻ. കഷ്ടതകൾ ഏറ്റതെല്ലാം എൻ്റെ രക്ഷയ്ക്കായി. ക്രൂശുമായി പോകും നേരം എന്നെ തിരഞ്ഞവൻ. കഷ്ടതകൾ ഏറ്റതെല്ലാം എൻ്റെ രക്ഷയ്ക്കായി. എന്നെ തന്നെ യാഗമായി തിരുമുൻപിലേകിടുന്നേ. വേറെയൊന്നും നൽകാനില്ല, ഞാനെന്നും നിന്റേതല്ലേ.
ഹല്ലേലൂയ. നല്ല രാത്രികാലത്തിനായി വീണ്ടും നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അനുഗ്രഹിക്കപ്പെട്ട സംഘത്തിനും വായിച്ചു കേൾപ്പാൻ രാത്രികാലമിടയാക്കിയല്ലോ. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷികളെ വിടുതലിൻ്റെ സാക്ഷ്യത്തെയൊക്കെയും കർത്താവ് കേൾക്കുവാൻ തക്കവണ്ണം ഇടയാക്കിയതിനായി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. സാക്ഷിവാചനങ്ങൾ കൂടെ പ്രാർത്ഥനയ്ക്കായി അപേക്ഷിച്ചുള്ള എല്ലാ വിഷയങ്ങളെയും സ്തോത്രത്തോടെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. വീണ്ടും വിവിധ വിഷയങ്ങളുടെ മുഖത്ത് ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളുണ്ടല്ലോ, അവരുടെ എല്ലാം വിഷയത്തിന്മേൽ കർത്താവ് നടകൊള്ളേണ്ടതിനായി അത്ഭുതം 2026 വീണ്ടും അത്ഭുതങ്ങളെ കാണേണ്ടതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. അർപ്പിക്കപ്പെട്ട സ്തോത്ര കാഴ്ചയ്ക്കായി ദശാംശത്തിനായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്താം. വാരിവിതരിതന്മാർക്ക് കൊടുക്കത്തക്കവണ്ണം ഓരോരുത്തരുടെയും കരങ്ങളെ കർത്താവ് വീണ്ടും ബലപ്പെടുത്തേണ്ടതിനായി കർത്താവിന് വേണ്ടി ചിലവാകുവാൻ എല്ലാവരെയും കർത്താവ് സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. തുടർന്നുള്ള വചന ശുശ്രൂഷയും നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കാം. വിഷ്ണുവിൽ പ്രാർത്ഥിച്ചാട്ട്. സ്തോത്രം ജീസസ്. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗത്തിലെ നല്ല കർത്താവേ, നല്ല വിലയേറിയ സമയത്തിനായി ഞങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ ഒരിക്കൽ കൂടെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നപ്പ ഈ വിശുദ്ധ ദിവസം കർത്താവ് ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ ഞങ്ങൾ ഓരോരുത്തരും സഹായിച്ച എൻ്റെ ദൈവത്തിൻ്റെ വലിയ കരുണയ്ക്കായി കരുതലായി ഞങ്ങൾ ഒരിക്കൽ കൂടെ ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു, സ്തുതിക്കുന്ന പച്ച ദൈവമേ. ദൈവസന്നിധിയിൽ കടന്നു വന്ന സമയം മുതൽ കർത്താവേ ഈ സമയം വരെ ദൈവസ്ഥാനത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും എൻ്റെ ദൈവം നിറച്ച് വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന പച്ച സാക്ഷ്യവാക്യങ്ങൾ കൂടെ ഞങ്ങൾ ഓരോ കേട്ട കാര്യങ്ങളും കർത്താവേ ഞങ്ങൾക്ക് ദൈവസ്ഥലത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് ദൈവമേ, തൻ്റെ മക്കളുടെ ജീവിതത്തിൽ എൻ്റെ ദൈവം ചെയ്ത അത്ഭുതങ്ങളെ ഓരോന്നും കേൾക്കുവാൻ ദൈവം സഹായിച്ചുള്ള കർത്താവേ. ഈ 2026 ആണ്ട് കർത്താവേ തൻ്റെ മക്കൾക്ക് എല്ലാവർക്കും അനുഗ്രഹത്തിന് ഒരു വർഷമാക്കി എൻ്റെ ദൈവം തീർക്കുന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്ത പച്ച ഞങ്ങൾ അല്പസമയം കൂടെ എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്നത് ഞങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമാക്കി എൻ്റെ ദൈവം തീർക്കുന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ശുശ്രൂഷിപ്പാൻ ദൈവദാസനെ എടുത്ത് ഉപയോഗിക്കണമേ. മാനുഷ്യമായ വാക്കുകളല്ല കർത്താവ്, അപ്പൻ തന്നെ കർത്താവ് ഞങ്ങൾ ഹൃദ്യമായി സംസാരിക്കുന്ന വലിയ കൃപയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്ന പച്ച ദൈവസന്നിധിയിൽ കർത്താവ് സന്നിധി ബോധത്തോടെ ആയിരിക്കാൻ ഞങ്ങൾ ഓരോരുത്തരെ സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ആയിരിക്കുന്ന സകല ജനത്തിനെയും തിരു രക്തത്താൽ മുദ്ര വെച്ച് പ്രാർത്ഥിക്കുന്നു. കാത്തു സൂക്ഷിക്കുന്ന കൃപയിൽ മറയ്ക്കുന്ന അപ്പൻ്റെ സാന്നിധ്യം കൃപയും കൂടിരുന്ന് ഞങ്ങളെ സഹായിക്കുന്നു. വലിയ കൃപയ്ക്കായി സ്തോത്രം. കേട്ട വചനങ്ങൾ കർത്താവേ ഞങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ എൻ്റെ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി ഞങ്ങളെ സഹായിച്ചാട്ടെ. തിരുസാന്നിധ്യം കൃപയും കൂടിയിരിക്കണമേ. ഞങ്ങൾ ഓരോരുത്തരും ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന അപ്പൻ്റെ സാന്നിധ്യം തൻ്റെ മക്കൾ ഓരോരുത്തരും അർപ്പിച്ചിരിക്കുന്ന സ്തോത്ര കാഴ്ചക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. അതിന് ഇരട്ടയായ തൻ്റെ മക്കൾക്ക് ഓരോരുത്തരും എൻ്റെ ദൈവം പകരം നൽകുന്നു. വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവം കലത്തിലെ മാവുലേശം കുറയാതെ വണ്ണം കലശത്തിലെ എണ്ണ കുറയാതെ വണ്ണം ദൈവം കാത്തു സൂക്ഷിക്കുന്നു. വലിയ കൃപയ്ക്കായി പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയെ സാന്നിധ്യം കൂടി കാത്തു സൂക്ഷിക്കുന്ന വലിയ കൃപയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്ന പച്ച ഞങ്ങൾ ഓരോരുത്തരും ബലത്താലും ശക്തിയാണ് നിറയ്ക്കുന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. സർവ്വതമാന മഹത്വം അപ്പച്ചനെ പ്രാർത്ഥന യാചനയും കേട്ട കൃപയ്ക്കായി സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു. കൃപയുടെ കെട്ടുതലമേലുള്ള സ്വർഗത്തിലെ ഞങ്ങളുടെ പിതാവേ. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ താണിരിക്കാം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ രാത്രികാലത്തിനായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. വലിയ ദൈവത്തിൻ്റെ സാന്നിധ്യവും കൃപയും നമ്മുടെ മേൽ പകരപ്പെട്ടുകൊണ്ടിരിക്കുകയാൽ നമുക്ക് സ്തോത്രം ചെയ്യാം. ആമേൻ. ഇന്ന് രാത്രികാലം ഒരു വലിയ വചന ശുശ്രൂഷ ആമേൻ എടുക്കുവാനുള്ള സമയം നമ്മുടെ മുമ്പിലില്ലല്ലോ. വായിച്ച സങ്കീർത്തന ഭാഗത്തിൽ നിന്ന് തന്നെ ശുശ്രൂഷിപ്പാനായിട്ട് ഞാൻ താല്പര്യപ്പെടുകയാണ്. അതിൻ്റെ 62-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യം ഒന്ന് വായിച്ചാട്ട്. എന്റെ ഉള്ളം ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നു. എന്റെ രക്ഷ അവങ്കിൽ നിന്ന് വരുന്നു. അവൻ തന്നെ എന്റെ പാറയും എന്റെ രക്ഷയുമാകുന്നു. എന്റെ ഗോപുരവും അവൻ തന്നെ. ഞാൻ ഏറെ കുലുങ്ങുകയില്ല. സ്തോത്രം. എൻ്റെ ഉള്ളം ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നു. ആമേൻ. സ്തോത്രം. 2-ാം വാക്യത്തിൻ്റെ അവസാന വാക്യം പറയുന്നു, ഞാനേറെ കുലുങ്ങുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം അവനായിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് അവനെ തള്ളിയിടുവാൻ, അവനെ ഇല്ലായ്മ ചെയ്യുവാൻ, ആമേൻ, അവന് ദോഷം വരുത്തുവാൻ പൈശാചികൻ ഇങ്ങനെ അവൻ്റെ മുഴുബലവും പ്രയോഗിച്ച് സ്തോത്രം അവനെ തകർക്കുവാൻ നോക്കുമ്പോൾ ഹല്ലേലൂയ ദൈവത്തിൻ്റെ പൈതൽ പറയുകയാണ്, എൻ്റെ ഉള്ളം ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം പറയുന്നു, മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവിന്. സ്തോത്രം. പല പ്രതികൂലങ്ങൾ നിന്റെ നേരെ ആഞ്ഞടിക്കുമ്പോൾ, ആമേൻ, നിനക്കുള്ളവർ പോലും നിനക്കെതിരായി എഴുന്നേൽക്കുമ്പോൾ, ദുരുപായം നിരൂപിക്കുമ്പോൾ, ഹല്ലേലൂയ, അവിടെയൊന്നും പ്രതികരിക്കാതെ
ആമേൻ. എൻ്റെയും നിൻ്റെ ഉള്ളം ദൈവത്തെ നോക്കിയിരുന്നാൽ നിശ്ചയമായും എൻ്റെയും നിൻ്റെ ജീവിതത്തിൽ കർത്താവ് വിടുതൽ തരും. ആ വാക്യത്തിൽ പറയുന്നു, എൻ്റെ രക്ഷ അവങ്കൽ നിന്ന് വരുന്നു. അതാണ് ഒരു ഭക്തൻ്റെ ഉറപ്പെന്ന് പറയുന്നത്. സ്തോത്രം. ആമേൻ. അവൻ തന്നെ എൻ്റെ പാറയും എൻ്റെ രക്ഷയും ആകുന്നു, എൻ്റെ ഗോപുരവും അവൻ തന്നെ. സ്തോത്രം. അവൻ നമ്മെ വഴുവഴുപ്പിലല്ല നിർത്തിയിരിക്കുന്നത്. ആമേൻ. സ്തോത്രം. ഉറപ്പുള്ള പാറയിൽ, ക്രിസ്തുവാം പാറമേൽ കർത്താവ് നമ്മെ നിർത്തിയിരിക്കുന്നതിനാൽ നമ്മുടെ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. അവൻ തന്നെ എൻ്റെ പാറയും എൻ്റെ രക്ഷയുമാകുന്നു, എൻ്റെ ഗോപുരവും അവൻ തന്നെ. ഞാൻ ഏറെ കുലുങ്ങുകയില്ല. സ്തോത്രം. ആമേൻ. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ച് പോയതുമില്ല. സ്തോത്രം. കുലുങ്ങുവാൻ ഒരിക്കലും കർത്താവ്, ലജ്ജിച്ചു പോകുവാൻ ഒരിക്കലും കർത്താവ് അനുവദിച്ച് കൊടുക്കുകയില്ല. 40-ാം സങ്കീർത്തനം അതിന്റെ 1-2 വാക്യം വായിച്ചാട്ട്, ഞാൻ യഹോവയ്ക്കായി കാത്തു കാത്തിരുന്നു, അവൻ എങ്കിലേക്ക് ചാഞ്ഞ് എൻ്റെ നിലവിളി കേട്ടു. സ്തോത്രം. ആമേൻ. നമ്മുടെ നിലവിളിക്ക് വേണ്ടി ചാഞ്ഞു വരുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മളെക്കാൾ ഉന്നതന്മാരോട് നാം ഒരു കാര്യം പറയുമ്പോൾ, ഹല്ലേലൂയ, അവരൊന്നും വന്ന് ചാഞ്ഞു വന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കത്തില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ സ്പോൺസർമാരുടെ എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ അവർ വന്നിട്ട് ആമേൻ ഇങ്ങനെ വന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയില്ല. അതുപോലെ തന്നെ നമ്മുടെ ഓഫീസേഴ്സ്, നമ്മുടെ മാനേജേഴ്സ്, നമ്മുടെ ജനറൽ മാനേജർമാർ, ആമേൻ, അതുപോലെ നമ്മുടെ ഡയറക്ടേഴ്സ്, ഇവരൊന്നും സ്തോത്രം ഹല്ലേലൂയ നമ്മുടെ പ്രാർത്ഥന ചെവി ചായ്ച്ച് കേൾക്കത്തില്ല. എന്നാൽ ഹല്ലേലൂയ ചെവി ചായ്ച്ച് പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. അതാണ് ഞാൻ നീയും വിളിച്ചപേക്ഷിക്കുന്ന നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ഓ, നമ്മുടെ രക്ഷയാകുന്നവൻ അവനാകുന്നു, നമ്മുടെ പാറയാകുന്നവൻ അവനാകുന്നു. അവൻ ഏത് സമയത്തും ചെന്ന് ഓടിച്ചെന്ന് അഭയം പ്രാപിപ്പാൻ ആമേന്തൊക്കെ വേണം ഒരുക്കിയിരിക്കുന്ന ഒരു വലിയ ഗോപുരം അവനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകെ കുലുങ്ങേണ്ട ആവശ്യമില്ല. അതിന്റെ 1-2 വാക്യങ്ങൾ ഒന്നുകൂടെ വായിച്ചാട്ട് മതി. നമുക്ക് കർത്താവിന് വേണ്ടി കാത്തിരിക്കാം. അവങ്കൽ നിന്നുള്ള വിടുതൽ, ഒരു ദൈവത്തിന്റെ ജീവിതത്തിൽ മാനുഷികമായ വിടുതലുകളല്ല താൻ ആഗ്രഹിക്കേണ്ടത്. പിന്നെയോ ദൈവത്തിങ്കൽ നിന്ന് ഉള്ള വിടുതലിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. അത് താമസിച്ചാലും വരും. ആമേൻ. നിശ്ചയമായും വരും. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് നമ്മെ കൈവിടുകയില്ല, അവൻ നമ്മെ ഉപേക്ഷിക്കുകയില്ല. എല്ലാ നാളും നമ്മളോട് കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തവനായി ഇവൻ നമുക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കും. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകൻ 45-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം വായിച്ചു കേട്ടല്ലോ. ഒന്നുകൂടെ വായിച്ചാട്ട്. സ്തോത്രം. യഹോവ തന്റെ അഭിഷക്തനായ കോരേശിനോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവൻ ജാതികളെ കീഴടക്കി, രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിക്കേണ്ടതിനും കതകുകൾ അവന് തുറന്നിരിക്കേണ്ടതിനും വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും ഞാൻ അവരെ വലം കൈ പിടിച്ചിരിക്കുക. സ്തോത്രം. ഇന്ന് രാത്രികാലം ഇവിടെ ആയിരിക്കുന്ന അഭിഷക്തന്മാരായ ദൈവമക്കളെ, നമ്മുടെ ഓരോരുത്തരുടെയും വലങ്കരമോൻ പിടിച്ചിട്ടുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ഭ്രമിച്ചു പോകേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും. ആമേൻ. എൻ്റെ വീര്യമുള്ള ഭുജം കൊണ്ട് ഞാൻ നിന്നെ താങ്ങുമെന്ന് അരുളി ചെയ്ത യേശു തമ്പുരാൻ ഇന്ന് രാത്രികാലം നമ്മുടെ മധ്യമുണ്ട്. സ്തോത്രം. അതിനായി നമുക്ക് കരങ്ങൾ ഉയർത്തി ഒന്നുകൂടെ ദൈവത്തെ മഹത്വപ്പെടുത്താം. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവനെങ്കിലേക്ക് ചാഞ്ഞ് എൻ്റെ നിലവിളി കേട്ടു. നാശകരമായ കുഴിയിൽ നിന്നു, കുഴഞ്ഞ ചേറ്റിൽ നിന്നു അവൻ എന്നെ കയറ്റി. സ്തോത്രം. പിശാച് തള്ളിയിട്ട സ്ഥാനത്ത്, കുഴിയിൽ വീണുപോയ സ്ഥാനത്ത് നിന്ന്, നാശകരമായ കുഴിയിൽ നിന്ന് നമ്മെ കരം പിടിച്ച് ഉയർത്തിയവനായ തമ്പുരാൻ ഇന്ന് രാത്രികാലം ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. ചേറ്റിലല്ലയോ കിടന്നതോർത്തു നോക്കിയാൽ നാറ്റമല്ലയോ വമിച്ചതൻ ജീവിതം. ഓ, ചേറ്റിലല്ലയോ കിടന്നതോർത്തു നോക്കിയാൽ നാറ്റമല്ലയോ വമിച്ച
ചോദിച്ചാതെ ജീവിതം മാറ്റിയല്ലോ എൻ ജീവിതത്തെ, മാറ്റമില്ലാത്ത നിന്റെ കൃപയാ. മാറ്റിയല്ലോ എൻ ജീവിതത്തെ, മാറ്റമില്ലാത്ത നിന്റെ കൃപയാ. വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എൻ്റെ താഴ്ചയിലോർത്തൈശനെ. വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എൻ്റെ താഴ്ചയിൽ ഓർത്തൈശനെ. ആമേൻ. സങ്കീർത്തനത്തിന്റെ 62-ന്റെ 3 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാട്ട് നിങ്ങളെല്ലാവരും ചാഞ്ഞ മതിലും ആടുന്ന വേലിയും പോലെ ഒരു മനുഷ്യനെ കൊല്ലേണ്ടതിന് എത്രത്തോളം അവനെ ആക്രമിക്കും. അവന്റെ പദവിയിൽ നിന്ന് അവനെ തള്ളിയിടുവാൻ അത്രേ അവർ നിരൂപിക്കുന്നത്. അവർ ഭോഷ്കിൽ ഇഷ്ടപ്പെടുന്നു, വായ് കൊണ്ട് അവർ അനുഗ്രഹിക്കുന്നു, എങ്കിലും ഉള്ളം കൊണ്ട് അവർ ശപിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. മനുഷ്യനെല്ലാവരും ഇതുപോലെയാ. സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ. വായ് കൊണ്ട് അനുഗ്രഹത്തിന്റെ വാക്കുകൾ പറയുന്നുവെങ്കിലും അവരുടെ ഉള്ളിൽ എന്തുവാ? ആമേൻ, ശപിക്കുന്ന അവസ്ഥയാണ്. ആമേൻ. എന്നാൽ ഒരു ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതുകൊണ്ടൊന്നും അവനൊരു ദോഷവും സംഭവിക്കുകയില്ല. സ്തോത്രം. ഒരു ദോഷവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കുകയില്ല. സ്തോത്രം, ആമേൻ, ഹല്ലേലൂയ. അവൻ തൻ്റെ രക്തം കൊണ്ട് നമ്മെ മറച്ചിരിക്കയാൽ, അവൻ ചുറ്റുത്തീമതിലായിരുന്ന് നമ്മെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്നതിനാൽ നമുക്ക് കരങ്ങൾ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. നാം അവൻ്റെ കണ്ണിലെ മണികളാകിയാൽ നമുക്ക് സ്തോത്രം ചെയ്യാം. ആമേൻ. 5-ാം വാക്യം വായിച്ചാട്ട്, എന്റെ ഉള്ളമേ ദൈവത്തെ നോക്കി മൗനമായിരിക്കുക, എന്റെ പ്രത്യാശ അവങ്കൽ നിന്ന് വരുന്നു. എന്റെ പ്രത്യാശ അവങ്കൽ നിന്ന് വരുന്നു. അവൻ തന്നെ എന്റെ പാറയും എന്റെ പാറയും എന്റെ രക്ഷയുമാകുന്നു. എന്റെ ഗോപുരവും അവൻ തന്നെ. എന്റെ ഗോപുരം അവൻ തന്നെ. ഞാൻ കുലുങ്ങുകയില്ല. സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ. ഒരു ദൈവത്തിന്റെ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവൻ കുലുങ്ങി പോകുവാൻ ഒരു നാളും തമ്പുരാൻ സമ്മതിക്കുകയില്ല. 37-ാം സങ്കീർത്തനം അതിന്റെ 23-ാം വാക്യം ഒന്ന് വായിച്ചാട്ട്, ആമേൻ, സ്തോത്രം. ഒരു മനുഷ്യന്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ യഹോവ അവന്റെ ഗമനം സ്ഥിരമാക്കും. അവൻ വീണാലും നിലം പരിചാകയില്ല. യഹോവ അവനെ കൈപിടിച്ച് താങ്ങുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിന്റെ പൈതലേ, നിന്റെ വഴിയിൽ യഹോവയ്ക്ക് പ്രസാദം തോന്നിയാലും ശത്രു നിന്നെ തള്ളിയിട്ടാലും നീ വീണുപോയാലും, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, അവൻ നിന്നെ കരം പിടിച്ചുയർത്തുന്ന ദൈവമാ. സ്തോത്രം. നീ നിലം പരിചായി ഇല്ലാതായി പോകുവാൻ ഒരിക്കലും കർത്താവ് സമ്മതിച്ചു കൊടുക്കത്തില്ല. സ്തോത്രം, ആമേൻ. ഒരുവന്റെ വഴിയിൽ യഹോവയ്ക്ക് പ്രസാദം തോന്നിയാൽ അവന്റെ ഗമനത്തെ സ്ഥിരമാക്കുന്നു. 27-ാം സങ്കീർത്തനം 1-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ, യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എന്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? അത് ഭക്തന്റെ ഉറപ്പാ. സ്തോത്രം. അവൻ നമ്മുടെ വെളിച്ചമായി അന്ധകാരത്തിലും കൂരിരുട്ടിലും നമുക്ക് പ്രകാശം തരുന്ന ദൈവമായി. സ്തോത്രം. നമ്മുടെ പാതയ്ക്ക് പ്രകാശമായി നമ്മോട് കൂടെ ഇരുന്ന് നമ്മുടെ വലങ്കൈ പിടിച്ച് നമ്മെ നടത്തുന്ന ദൈവം. മകനെ, ഇതാകുന്നു വഴി എന്ന് പറഞ്ഞ് ശബ്ദം കേൾപ്പിച്ച് നമ്മെ നടത്തുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. ആ ദൈവം മറ്റാർക്കുമില്ല. ആമേൻ, സ്തോത്രം. അവൻ്റെ രക്തം കൊണ്ട് ആമേൻ വീണ്ടെടുത്ത തൻ്റെ ജനത്തിന് മാത്രമേ, ഹല്ലേലൂയ, ആമേൻ, ആ ദൈവം അപ്രകാരം നടത്തുകയുള്ളൂ. സ്തോത്രം. മകനെ, ഇതാകുന്നു വഴി എന്നുള്ള ശബ്ദം കാതുകളിൽ മുഴങ്ങണമെങ്കിൽ ഞാനും നീയും അവൻ്റെ മകനായി തീരണം, അവൻ്റെ മകളായി തീരണം. സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ഈ ദിവസങ്ങളിൽ അവൻ്റെ മക്കളെന്നുള്ള, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ആ ഒരു പദവി, സ്തോത്രം, അത് നാം അവകാശമാക്കണം. മക്കളെങ്കിലും അവകാശികളും ആകുന്നു. സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. യജമാനൻ വായിച്ചാട്ട് ഗലാത്യ ലേഖനം
അതല്ല, അവകാശി സർവത്തിനും യജമാനെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം കാലം ദാസനെക്കാൾ ഒട്ടും ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. പിതാവ് നിശ്ചയിച്ച അവധിയോളം രക്ഷകന്മാർക്കും വിചാരന്മാർക്കും കീഴ്പ്പെട്ടവൻ അത്രയെന്ന് ഞാൻ പറയുന്നു. സ്തോത്രം. പിതാവ് നിശ്ചയിച്ചിരിക്കുന്ന അവധി വരെയും ഹല്ലേലൂയ ആമേൻ സ്തോത്രം മക്കളെന്നുള്ള അവകാശി എന്നുള്ള ആ പദവി ആമേൻ സ്തോത്രം ലഭിക്കുന്നവരെയും കാത്തിരുന്നേ പറ്റത്തുള്ളൂ. സ്തോത്രം. എന്നാൽ മക്കളെന്നുള്ള പദവി ലഭിച്ചാൽ അബ്ബാ പിതാവേ എന്ന് ആമേൻ വിളിക്കുന്ന പുത്ര സ്വീകാരത്തിൻ്റെ ആത്മാവ് ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ ഇനിയും ദാസന്മാർക്കോ യജമാനന്മാർക്കോ കാര്യസ്ഥന്മാർക്കോ ഒന്നും കീഴടങ്ങിയിരിക്കേണ്ട ആവശ്യമില്ല. സ്തോത്രം. ഹല്ലേലൂയ. നീ മകനാണെങ്കിൽ, നീ മകളാണെങ്കിൽ, നീ അവകാശിയാണ്. നിന്റെ അവകാശം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ അവകാശത്തെ പിടിച്ചു പറ്റുവാൻ തക്കവണ്ണം നിന്റെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. ആമേൻ. നിന്റെ അവകാശത്തെ അടക്കി വച്ചിരിക്കുന്ന, നിന്റെ നന്മയെ അടക്കി വച്ചിരിക്കുന്ന ആ പൈശാചിക ശക്തിയെ നീ ജയിച്ചടക്കണം. സ്തോത്രം. ആമേൻ. നിന്റെ അവകാശം നിന്റെ കരങ്ങളിൽ ലഭിക്കാതെ വണ്ണം നിന്റെ അധ്വാന ഫലത്തെ തടയുന്ന പൈശാചിക ശക്തികളെ നീ സ്തോത്രം ദൈവത്തിൻ്റെ ആത്മാവിനാൽ ആമേൻ മകനെന്നുള്ള പദവിയാൽ മകളെന്നുള്ള പദവിയാൽ നീ ജയിക്കണം. സ്തോത്രം. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ അധികാരം തന്ന യേശു തമ്പുരാൻ്റെ മകനാണ് ഞാനും നീയും എന്നുള്ള ബോധ്യം എപ്പോഴും നിന്റെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കുമെങ്കിൽ ഒരു പൈശാചിക ശക്തിക്ക് നിന്നെ തകർക്കുവാൻ കഴിയുകയില്ല. നിന്റെ അവകാശത്തെ, നിന്റെ നന്മയെ കവർന്നെടുക്കുവാൻ കഴിയുകയില്ല. നിന്റെ അവകാശത്തിന് മേൽ അവന്റെ ചെങ്കോൽ ഇരിക്കുകയില്ല. സ്തോത്രം. നീതിമാന്മാരുടെ അവകാശത്തിന്മേൽ ദുഷ്ടന്റെ ചെങ്കോൽ ഇരിക്കുകയില്ല. സ്തോത്രം. ആമേൻ. നീ അവകാശിയായി തീരണം, മകനായി തീരണം. പിതാവിൻ്റെ സ്തോത്രം അവകാശം എന്തെന്ന് നീ മനസ്സിലാക്കണം. സ്തോത്രം. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന നന്മകൾക്കെല്ലാം നീ അവകാശിയാണ്. സ്തോത്രം. അത് മനസ്സിലാക്കി പിശാചിൻ്റെ കയ്യിൽ നിന്ന് നീ പിടിച്ചെടുക്കണം. ബലവാനെ പിടിച്ച് കെട്ടാതെ സ്തോത്രം അവൻ്റെ കോപ്പ് കവർന്നു കളവാൻ കഴിയുകയില്ല. നിന്റെ അവകാശം ദുഷ്ടനായവൻ പിടിച്ചു വച്ചിരിക്കുന്നു എങ്കിൽ ഹല്ലേലൂയ സിംഹത്തിൻ്റെ വായിൽ നിന്ന് ആട്ടിൻകുട്ടിയെ പിടിച്ചെടുക്കുന്ന പോലെ ഈ ദിവസങ്ങളിൽ നിന്റെ അവകാശത്തെ, നിന്റെ നന്മകളെ പിടിച്ചെടുക്കുവാൻ തക്കവണ്ണം നീ ദൈവകരങ്ങളിലേക്ക് നിന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. അവന്റെ ശക്തിക്കായി നീ കാത്തിരിക്കണം. ഹല്ലേലൂയ. ഇന്ന് രാത്രികാല സഹോദരന്മാര് പറഞ്ഞല്ലോ സ്തോത്രം 2026 അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിക്കണം. സ്തോത്രം. ആമേൻ. പൈതൽ ആമേൻ സാക്ഷ്യം പറഞ്ഞപ്പോഴും പറഞ്ഞല്ലോ ഉയരത്തിൽ നിന്ന് ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലെല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളായി തീരണമെന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ ക്രിസ്തുവിന്റെ സാക്ഷികളായി മാറണമെന്നുണ്ടെങ്കിൽ ശക്തിയെ തരിക്കണം. ഈ ലോകത്തിലെ സ്തോത്രം പ്രൈസ് ദി ലോർഡ് മനുഷ്യരോടല്ല നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. ആമേൻ. സ്തോത്രം. വാഴ്ചകളോടും അധികാരങ്ങളോടും അന്ധകാരത്തിൽ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആമേൻ നാം അവകാശി എന്നുള്ള പദവിയോട് പിശാചിനെ തകർക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കണം. സ്തോത്രം. അവൻ്റെ കൃപ അവൻ പകർന്നു കഴിഞ്ഞാൽ ഒരു ശക്തിക്ക് നമ്മുടെ മുമ്പിൽ നിൽക്കാൻ കഴിയത്തില്ല. 6-7 അടി പൊക്കമുള്ളവനായാലും സ്തോത്രം. ആമേൻ 4 അടി 5 അടി പൊക്കമുള്ള ഒരു ദൈവത്തിൻ്റെ ദാസന്റെ മുമ്പിൽ വന്ന് കിടുകിട്
വിറയ്ക്കും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഈ ദിവസങ്ങളിൽ സഭ ആത്മശക്തി പ്രാപിക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കണം. പൈശാചിക ശക്തിയെ കീഴടക്കുവാനുള്ള ബലം നാം പ്രാപിച്ചെടുക്കണം. ഹല്ലേലൂയ. യേശു ക്രിസ്തു പിശാചിനെ ജയിച്ചതുപോലെ ആമേൻ അവന്റെ തന്ത്രങ്ങളെ മനസ്സിലാക്കി. സ്തോത്രം. ഹല്ലേലൂയ. അവന്റെ മുമ്പിൽ ജയോത്സവം കൊണ്ടാടിയതുപോലെ ഈ ദിവസങ്ങളിൽ ദൈവസഭ ആത്മശക്തി ഏറ്റെടുക്കണം. ഹല്ലേലൂയ. അതിനായി പോരാടണം. അതിനായി കാത്തിരിക്കണം. ഹല്ലേലൂയ. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും. ഹല്ലേലൂയ. ക്ഷീണിച്ചു പോകാതെ നടക്കുകയും തളർന്നു പോകാതെ ഓടുകയും ചെയ്യും. ഹല്ലേലൂയ. എന്റെയും നിന്റെയും കാലുകൾ മാൻപേടെ കാലുകൾക്ക് തുല്യമാക്കുന്ന ഒരു ദൈവം എനിക്ക് വേണ്ടിയും നിനക്ക് വേണ്ടിയും ജീവിക്കുന്നതിനാൽ കരകളുടെ ദൈവത്തെ മഹത്വപ്പെടുത്താം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ബലഹീനനായിരിക്കുന്നു എന്ന് പറയുവാൻ ഹല്ലേലൂയ ഇനി എനിക്ക് നിനക്കും യാതൊരു അവകാശവുമില്ല. സ്തോത്ര. ബലഹീനന്മാരെ ബലവാന്മാരാക്കി തീർക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയെ ധരിച്ചവരാണ് നാമെങ്കിൽ ഇനിയും ബലഹീനെന്നോ ഞാൻ വിക്കുള്ള നാവുള്ളവനെന്നോ ഒന്നും പറയുവാൻ ഒഴികഴിവ് പറയുവാൻ യിരെമ്യാവിനെ പോലെ ഞാനൊരു ബാലനെന്ന് പറയുവാൻ എനിക്ക് നിനക്കും ഇനി കഴിയുകയില്ല. കാര്യം ഞാനും നീയും പ്രാപിച്ചിരിക്കുന്ന ശക്തി ആമേൻ മരണത്തെയും പാതാളത്തെയും ജയിച്ചടക്കി ക്രൂശിന്മേൽ ജയോത്സവം കൊണ്ടാടിയ യേശുവിന്റെ ശക്തിയാണ്. പലപ്പോഴും നാം തളർന്നു പോകുന്നത്, പലപ്പോഴും നാം വാടിപ്പോകുന്നത് നമ്മുടെ ശക്തി എന്തെന്ന് നാം മനസ്സിലാക്കാത്തത് കൊണ്ട്. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ആത്മശക്തിയാൽ നാം പൈശാചികനോട് പോരാടുവാൻ തക്കവണ്ണം തയ്യാറായാൽ ഒരു ദുഷ്ടശക്തികൾക്ക് നമ്മെ കീഴ്പ്പെടുത്തുവാൻ കഴിയുകയില്ല. സ്തോത്രം. അവസാന വിജയം നമുക്കായിരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തിയാണ്. ആമേൻ. സ്തോത്രം. ആമേൻ. സങ്കീർത്തനത്തിൽ അവസാന വാക്യത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. 11-12 വാക്യങ്ങൾ വായിച്ചാട്ട്. ബലം ദൈവത്തിനുള്ളതും ദൈവം ഒരിക്കൽ അരുളി ചെയ്തു. ഞാൻ 2 പ്രാവശ്യം കേട്ടുമിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ബലം ദൈവത്തിനുള്ളത് കർത്താവിലാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ബലം നാം കർത്താവിൽ എത്രത്തോളം ആയിരിക്കുന്നുവോ നാം ബലവാന്മാരായിരിക്കും. കർത്താവിൻ്റെ സന്നിധാനത്തിൽ നിന്ന് നാം അകന്നുപോയാൽ നമ്മുടെ ബലം നഷ്ടപ്പെടും. സ്തോത്രം. ഹല്ലേലൂയ. നാം കർത്താവിൽ ഇരുന്ന് ബലം പ്രാപിച്ചു മുന്നേറുവാൻ ഈ ദിവസങ്ങളിൽ കർത്താവ് നമുക്ക് കൃപ തരുമാറാകട്ടെ. ബലം ദൈവത്തിനുള്ളതെന്ന് ദൈവം ഒരിക്കൽ അരുളി ചെയ്തു. ഞാൻ 2 പ്രാവശ്യം കേട്ടുമിരിക്കുന്നു. കർത്താവേ, ദൈവം നിനക്കുള്ളതാകുന്നു. നീ ഓരോരുത്തന് അവനവനെ പ്രവർത്തിക്ക് തക്കവണ്ണം പകരം നൽകുന്നു. ഓരോരുത്തന് അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം നൽകുന്ന ഒരു തമ്പുരാൻ ഈ രാത്രികാലം ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. അവനവന്റെ പ്രവൃത്തി ഒരുവൻ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും പ്രതിഫലം പ്രാപിക്കേണ്ടതിന് ആമേൻ കൃപ ആമേൻ സ്തോത്രം ന്യായാസനത്തിന്റെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ദൈവമക്കളെ, ഈ ദിവസങ്ങളിൽ ആമേൻ സ്തോത്രം കർത്താവിൻ്റെ ബലം ധരിച്ചുകൊണ്ട് മുന്നേറുവാൻ തക്കവണ്ണം ന്യായവിധി മുമ്പിലുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ന്യായവിധിയിലേക്ക് നമ്മെ വലിച്ചു കൊണ്ടുപോകുന്ന എല്ലാ പൈശാചിക ശക്തികളിൽ നിന്ന് നമ്മെ തന്നെ വിടുവിച്ചുകൊണ്ട് ഹല്ലേലൂയ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ നമ്മെ അവൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. ആമേൻ. നാം ഇച്ഛിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ ഭവിക്കുക തന്നെ ചെയ്യും. സ്തോത്രം. ഒരു ദൈവത്തിൻ്റെ പൈതലായി ജീവിപ്പാനാണ് ഞാൻ ആഗ്രഹിച്ച് സമർപ്പിക്കുന്നതെങ്കിൽ അപ്രകാരം ജീവിച്ച് മുന്നേറുവാനുള്ള കൃപ കർത്താവ് നമുക്ക് നൽകി തരും. അല്ല, ഈ ലോകത്തിന് വേണ്ടി ജീവിച്ച് മുന്നോട്ട് പോകുവാനാണ് നാം ആഗ്രഹിക്കുന്നതെങ്കിൽ അപ്രകാരം പൈശാചിക ശക്തി
നമ്മെ നയിക്കും, നമ്മെ നാശത്തിലേക്ക് കൊണ്ടെത്തിക്കും. ആമേൻ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞല്ലോ, ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പീൻ, നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവുമാകുന്നു. സ്തോത്രം. വിശാലമായതിൽ കൂടെ, ഓ ആമേൻ, സ്തോത്രം, വീതിയുള്ളതിൽ കൂടെ ദൈവമക്കൾ മുന്നോട്ട് പോകുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഇടുക്കുവാതിൽ കൂടെ അകത്ത് കടപ്പനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ വചനപ്രകാരം, ആമേൻ, ഹല്ലേലൂയ, മുന്നോട്ട് പോകുവാൻ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മെ തന്നെ ക്രമീകരിച്ച്, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ഉന്തി നിൽക്കുന്നതും തള്ളി നിൽക്കുന്നതും ആയ വിഷയങ്ങൾ മനസ്സിലാക്കി അതിനെല്ലാം നേരെയാക്കി, ഹല്ലേലൂയ, ഓ സ്തോത്രം, തമ്പുരാൻ തൂക്കുകെട്ട പിടിക്കുമ്പോൾ, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, കുറവുള്ളവരായി കാണുവാനിടയാകാതെ വണ്ണം കുറവില്ലാത്തവരായി മുന്നേറുവാൻ ഈ ദിവസങ്ങൾ കർത്താവിൻ്റെ ബലത്തെ നമുക്ക് ഏറ്റെടുക്കാം, കർത്താവിൻ്റെ ശക്തിയെ നമുക്ക് ഏറ്റെടുക്കാം, ആത്മാവിൻ്റെ നിറവ് ഈ ദിവസങ്ങളിൽ ഏറ്റെടുക്കാം. 2026 സഭയായി, വ്യക്തികളായി, കുടുംബങ്ങളായി, കുഞ്ഞുങ്ങളായി ആത്മബലം പ്രാപിച്ച് പ്രത്യാശയോടെ മുന്നേറുന്ന വർഷമായി ഈ വർഷത്തെ കർത്താവ് മാറ്റട്ടെ. അനേകര് ദൈവസന്നിധാനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാനുള്ള ഒരു വലിയ ദൈവത്തിൻ്റെ കൃപ കർത്താവ് എല്ലാവരുടെ മേലും പകരപ്പെടട്ടെ. ജീവിതത്തിലെ എല്ലാ മണ്ഡലങ്ങളും കർത്താവ് അനുഗ്രഹമാക്കി തരേണ്ടതിനായി കരങ്ങളുയർ ദൈവത്തെ സ്തുതിക്കാം. നമുക്ക് ദൈവസന്നിധാനത്തിൽ എഴുന്നേറ്റ് നിൽക്കാം. ഒരു പ്രത്യാശഗാനം പാടി കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ. പുത്തനമെരുശലേമിലെത്തും കാലമോർക്കുമ്പോൾ ഇത്തരയിൽ കേരളമെല്ലാം മാഞ്ഞു പോകുന്നേ. പുത്തനമെരുശലേമിലെത്തും കാലമോർക്കുമ്പോൾ ഇത്തരയിൽ കേരളമെല്ലാം മാഞ്ഞു പോകുന്നേ. കഷ്ടത പട്ടിണി ഇല്ലാത്ത നാട്ടിൽ നാം കർത്താവ് ഒരുക്കുന്ന സന്തോഷ വീട്ടിൽ നാം. കഷ്ടത പട്ടിണി ഇല്ലാത്ത നാട്ടിൽ നാം കർത്താവ് ഒരുക്കുന്ന സന്തോഷ വീട്ടിൽ നാം. തേജസ്സേറും മോഹന കിരീടങ്ങൾ ധരിച്ചു നാം രാജരാജനേശുവോട് കൂടെ വാഴുമേ. തേജസ്സേറും മോഹന കിരീടങ്ങൾ ധരിച്ചു നാം രാജരാജനേശുവോട് കൂടെ വാഴുമേ. നീതി സൂര്യ ശോഭയാലെ നല്ല നീരുൾ മാറിടും നീതിയും അനീതിയും എല്ലാ ദേശവും. നീതി സൂര്യ ശോഭയാലെ നല്ല നീരുൾ മാറിടും നീതിയും അനീതിയും അങ്ങില്ലാ ദേശവും. സന്തോഷ ശോഭനം ആ നല്ല നാളുകൾ ലോകം ഭരിച്ചിടും കർത്താവിനാളുകൾ. സന്തോഷ ശോഭനം ആ നല്ല നാളുകൾ ലോകം ഭരിച്ചിടും കർത്താവിനാളുകൾ. ശോകം രോഗം ദുഃഖം പോകുമെല്ലാം യേശുരാജൻ ഭൂമിയിൽ വാഴുമ്പോൾ. ശോകം രോഗം ദുഃഖം ജാതികളിൽ വിപ്ലവം പോകുമെല്ലാം യേശുരാജൻ ഭൂമിയിൽ വാഴുമ്പോൾ. പുത്തനമെരുശലേമിലെത്തും കാലമോർക്കുമ്പോൾ ഇത്തരയിൽ ഖേദമെല്ലാം മാഞ്ഞു പോകുമേ. പുത്തനമെരുശലേമിലെത്തും കാലമോർക്കുമ്പോൾ ഇത്തരയിൽ ഖേദമെല്ലാം മാഞ്ഞു പോകുമേ. കഷ്ടത പട്ടിണി ഇല്ലാത്ത നാട്ടിൽ നാം കർത്താവ് ഒരുക്കുന്ന സന്തോഷ വീട്ടിൽ നാം. കഷ്ടത പട്ടിണി ഇല്ലാത്ത നാട്ടിൽ നാം കർത്താവ് ഒരുക്കുന്ന സന്തോഷ വീട്ടിൽ നാം. തേജസ്സേറും മോഹന കിരീടങ്ങൾ ധരിച്ചു നാം രാജരാജനേശുവോട് കൂടെ വാഴുമേ. തേജസ്സേറും മോഹന കിരീടങ്ങൾ ധരിച്ചു നാം രാജരാജനേശുവോട് കൂടെ വാഴുമേ. പുത്തനമെരുശലേമിലെത്തും കാലമോർക്കുമ്പോൾ ഇത്തരയിൽ ഖേദമെല്ലാം മാഞ്ഞു പോകുന്നേ. പുത്തനമെരുശലേമിലെത്തും കാലമോർക്കുമ്പോൾ ഇത്തരയിൽ ഖേദമെല്ലാം മാഞ്ഞു പോകുന്നേ. കഷ്ടത പട്ടിണി ഇല്ലാത്ത നാട്ടിൽ നാം കർത്താവ് ഒരുക്കുന്ന സന്തോഷ വീട്ടിൽ നാം. കഷ്ടത പട്ടിണി ഇല്ലാത്ത നാട്ടിൽ നാം കർത്താവ് ഒരുക്കുന്ന സന്തോഷ വീട്ടിൽ നാം.
തേജസ്സേറും മോഹന കിരീടങ്ങൾ ധരിച്ചു രാജരാജനേശുവോട് കൂടി വാഴുമേ തേജസ്സേറും മോഹന കിരീടങ്ങൾ ധരിച്ചു രാജരാജനേശുവോട് കൂടി വാഴുമേ സത്യശുദ്ധനാഥയിൽ നടന്നു വന്ന ശുദ്ധന്മാർ വീണ്ടെടുക്കപ്പെട്ട സർവ്വദൈവ മക്കളും സത്യശുദ്ധ പാതയിൽ നടന്നു വന്ന ശുദ്ധന്മാർ വീണ്ടെടുക്കപ്പെട്ട സർവ്വദൈവ മക്കളും ഉല്ലാസഘോഷമായി സിയോനിൽ വന്നിടും ദുഃഖം നടുവിട്ടും സർവ്വവും പിന്നിടും ഉല്ലാസഘോഷമായി സിയോനിൽ വന്നിടും ദുഃഖം നടുവിട്ടും സർവ്വവും പിന്നിടും നിത്യ സന്തോഷം ശിരസിൽ ഹാവച്ചവൻ നിത്യതയ്ക്കുള്ളിൽ മറയും തീരും കാലവും നിത്യ സന്തോഷം ശിരസിൽ ഹാവച്ചവൻ നിത്യതയ്ക്കുള്ളിൽ മറയും തീരും കാലവും പുത്രനാവെടുശലകിലെത്തും കാലവും നിത്യതയിൽ തേരമെല്ലാം മാഞ്ഞുപോകുന്നു പുത്രനാവെടുശലകിലെത്തും കാലവും നിത്യതയിൽ തേരമെല്ലാം മാഞ്ഞുപോകുന്നു കഷ്ടത പട്ടിണി ഇല്ലാത്ത നാട്ടില്ല സന്തോഷമില്ല കഷ്ടത പട്ടിണി ഇല്ലാത്ത നാട്ടില്ല കർത്താവൊരുക്കുന്ന സന്തോഷമില്ല തേജസ്സേറും മോഹന കിരീടങ്ങൾ ധരിച്ചു രാജരാജനേശുവോട് കൂടി വാഴുമേ 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 തേജസ്സേറും മഹാപരിശുദ്ധനായ ദൈവമേ, നല്ല കർത്താവേ സ്തോത്രം പൂർണ്ണമായി വീണ്ടും അങ്ങനെ കരങ്ങളിലേക്ക് അടികളെ താഴ്ത്തി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അങ്ങനെ വലിയ സാന്നിധ്യത്തിന് ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം കർത്താവേ, നല്ലൊരു വർഷം അടികളേക്ക് തന്നു. ഹല്ലേലൂയ. കഴിഞ്ഞ വർഷങ്ങളിൽ അടികളേക്ക് സൂക്ഷിച്ചു കർത്താവേ തുടർന്ന് അങ്ങയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുവാൻ അങ്ങടികളെ കുറിച്ച് എന്താ ആഗ്രഹിക്കുന്നു സ്വർഗം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, സാക്ഷ്യവാചകങ്ങളിൽ കൂടെ പ്രാർത്ഥനയ്ക്കായി അപേക്ഷിച്ചിട്ടുള്ളതും സമർപ്പിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ആൽവിന്റെ വിവാഹത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എല്ലാം ഭംഗിയായി നടക്കുവാൻ വിവിധങ്ങളായ വിഷയങ്ങളിൽ ഹല്ലേലൂയ പ്രാർത്ഥനയ്ക്ക് അപേക്ഷിച്ചിട്ടുള്ള എല്ലാ വിഷയങ്ങളിലും അങ്ങയുടെ കൃപ ചെയ്യുന്നതിനാല് അങ്ങയുടെ ദാസന്റെ ദൈവം ബലപ്പെടുത്തിയതിനാല് സ്തുതിക്കുന്ന കർത്താവേ. ധാരാളമായി അങ്ങയ്ക്ക് വേണ്ടി അധികമായി പ്രയോജനപ്പെടുവാന് ആരോഗ്യത്തോടെ ബലത്തോടെ ശക്തമായി ഹല്ലേലൂയ അനേകരെങ്കിലേക്ക് നേടുവാൻ തക്കോണം അവൻ സഭയെ തുടർന്നും കർത്താവേ അഭിഷേകത്തിൽ ഗൈഡ് ചെയ്യുവാനുള്ള കൃപ ഞങ്ങളുടെ ദാസന് അധികമായി പകരുന്നതിനാല് കർത്താവേ. ഹല്ലേലൂയ. ഗാനശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളുടെ മക്കളെ ദൈവം ബലപ്പെടുത്തിയതിനാല് സ്തുതിക്കുന്ന കർത്താവേ. കളർന്നു ഞങ്ങളുടെ മക്കളെ എല്ലാവരും വീണ്ടും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. നാട്ടിലായിരിക്കും ഞങ്ങളുടെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ. സാമനും കർത്താവേ കുടുംബത്തെ കൂട്ടിയുയർത്തിനാല് സ്തുതിക്കുന്ന ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. വീണ്ടും സമ്പൂർണ്ണമായി താഴ്ത്തി സമർപ്പിക്കുന്നു. വരും ദിവസങ്ങൾ കർത്താവേ അങ്ങയുടെ മഹത്വത്തിന്റെ പ്രത്യാശയുള്ള ആമേൻ ക്രിസ്ത്യ ജീവിതം സകല മാനവും മഹത്വവും യേശുവച്ച അങ്ങേക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ ആമേൻ. കർത്താവ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യാം. ഓ വിടുതൽ തന്നതിനായി ദൈവത്തെ സ്തുതിക്കാം. അനുഗ്രഹത്തോടെ ഇപ്പോൾ അയക്കാം അടിയാരെ യഹോവയെ മനസ്സലിവുടയ മഹോന്നത പരനെ വന്ദനം നിനക്കാവേ മനസ്സലിവുടയ മഹോന്നത പരനെ വന്ദനം നിനക്കാവേ.
ഞായറാഴ്ച വിഷയങ്ങളോടും കടന്നു ജനത്തോടും ഭൂമിയിലുള്ള സകല വിശുദ്ധന്മാരോടും കൂടെ എന്ന് വരുന്നേക്കും കർത്താവിന്റെ വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ഇറക്കപ്പെട്ട ദൈവഞ്ഞാഴ് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. നമുക്ക് സമാധാനത്തോടെ കടന്നു പോകാം. ഗോഡ് ബ്ലെസ് യു ആൾ. Oh, create